എഡിറ്റ് ചെയ്യാതെ ഫോണിൽ കിടക്കുന്ന വീഡിയോകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അതേ കണക്കുള്ള ആൾക്കാരുണ്ടോ ഗൈസ്? അപ്പോൾ ഇത് കുറേ നാൾ മുന്നേ വീടിനടുത്ത് അമ്പലമാണ്, ഒടയങ്കാവ് അമ്പലം. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് ഞാനും ഏട്ടനും അമ്മയും ശ്യാമണ്ണും ഒക്കെ പോയ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉത്സവ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അയ്യോ, അന്ന് വീട്ടിൽ വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ വൈകിട്ട് ഞങ്ങൾ ഉത്സവം കാണാൻ അമ്പലത്തിൽ പോകും. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ പുരിക്കൽ ജംഗ്ഷൻ ഉണ്ട്, അവിടെ കെട്ടുകാഴ്ച എല്ലാം വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കെട്ടുകാഴ്ച എല്ലാം കാണുന്ന കാഴ്ചയാണ്. ശിവന്റെ ഒരുപാട് ഫ്ലോട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഫ്ലോട്ട് ഒരു അത്ഭുതമായി തോന്നിയത് ഇത് കണ്ടപ്പോഴാണ് ഗൈസ്. അതിൻ്റെ തലയിൽ കൂടി ഇങ്ങനെ വെള്ളമൊക്കെ വന്ന കണ്ടോ. ആദ്യമായിട്ടാണ് ഞാൻ തലയിൽ കൂടെ വെള്ളം ഷിരുന്ന ശിവഭഗവാനെ ഞാൻ കണ്ടത്. പിന്നെ ഒരുപാട് ഫ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാജാവിന് എന്ത് ക്യൂ എന്ന് പറയുന്ന നമുക്കൊരു പ്രൈവറ്റ് ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർക്കും ജീവിക്കണ്ടേ അല്ലേ? ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ അടിച്ചു പൊളിക്കുന്ന സമയമല്ലേ. പിള്ളേരൊക്കെ ഡാൻസ് കളിച്ച് തകർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2 സ്റ്റെപ്പ് ഇടുന്നൊരു ശിവനെയും ഞാൻ കണ്ടു. നിങ്ങളും കാണുന്നുണ്ടോ? പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പം 2 പെൺകുട്ടികളായോണ്ടാണെന്ന് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ രാത്രി ഒന്നും കൊണ്ട് ഉത്സവം കാണിക്കില്ല. ഏട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇതെനിക്ക് രാത്രിയൊക്കെ പോയി എല്ലാ അമ്പലത്തിലും ഉത്സവം ഞാൻ കാണാൻ തുടങ്ങിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് ഞാനിപ്പോൾ കാണാത്ത ഉത്സവമേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ ഉത്സവത്തിന് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന കുറവായിരുന്നു. ഇപ്പം ഞാൻ സഹിതം ഇതിനൊക്കെ ഡാൻസ് കളിക്കാറുണ്ട്. അതെനിക്ക് വലിയൊരു മാറ്റമായിട്ട് തോന്നി കേട്ടോ. അത് നല്ലൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജംഗ്ഷനിൽ വെച്ച് തന്നെ കുറേ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവത്തിന് പോകുമ്പോൾ ഒരുപാട് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ കാണുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതേ കണക്കുള്ള സംഭവമാണ് കേട്ടോ. സ്മോക്കും നല്ല ബാസിൽ സൗണ്ടും ഒക്കെ ഇട്ട് ഉള്ളൊരു ഇടിവണ്ടി മോഡൽ സാധനം ഉണ്ടല്ലോ, അത് ഈ വട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മഴ ചാറിയോണ്ടാണെന്ന് അറിയത്തില്ല, ടാർപ്പയൊക്കെ വലിച്ച് കെട്ടിക്കൊണ്ടായിരുന്നു അത് പോകുന്നത്. ഇതെല്ലാം അവിടെ ആർത്തുല്ലസിച്ച് നടക്കുമ്പോൾ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കണ്ട്. അത് നമ്മുടെ പോലീസുകാരായിരുന്നു കേട്ടോ. കാരണം അവിടെ ബസ് പോകുന്നുണ്ട്, കാറ് പോകുന്നുണ്ട്, ഫ്ലോട്ടുകൾ വരുന്നുണ്ട്, ആന എഴുന്നള്ളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്ന് നിയന്ത്രിക്കാൻ അവർ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടു കേട്ടോ. അപ്പം നമുക്കിവിടെ പൊരിക്ക ജംഗ്ഷൻ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിന്നാൽ മതിയോ? ആനയൊക്കെ നേരെ ഇനി അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ആന വരെ അമ്പലത്തിലോട്ട് പോയി. അപ്പം നമുക്കിനി പോകണ്ടേ? വരൂ, നമുക്കിനി അമ്പലത്തിലേക്ക് നടക്കാം. നല്ല ദൂരമുണ്ട്. അപ്പം ചറവറ അങ്ങ് നടക്കണം, സ്പീഡ് നടക്കണം. അല്ല സ്ലോ മോഷൻ നടന്നിട്ട് കാര്യമില്ല. ഒരു 2x സ്പീഡ് നടന്നില്ലെങ്കിൽ ഇപ്പോഴെങ്ങും അമ്പലത്തിൽ എത്തില്ല. ഉത്സവത്തിനന്ന് വൈകിട്ട് ഞാൻ അമ്പലത്തിൽ കയറി തൊഴാറില്ല കേട്ടോ. പോവുകയാണെങ്കിൽ രാവിലെ പോയി തൊഴും. കാരണം വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി തൊഴുന്നത് ഒരു മോശമല്ലേ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ സൈഡിൽ കാണുന്നതാണ് അമ്പലം. അപ്പം നമ്മൾ അമ്പലത്തിൽ ഭഗവാന്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ടേ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് നോക്കുകയാണ്. ഒരു കിടില ബജ്ജി സ്റ്റാൾ കണ്ടുപിടിക്കണം. നല്ല ചൂട് ബജ്ജി, ആ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഇവർ ആ ഒരു മുളക് പൊടിയൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സോസുണ്ട്, അതൊക്കെ കൂട്ടി അവിടെ നിന്ന് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് ഗൈസ്. അപ്പം ഞാനുണ്ട്, ഏട്ടനുണ്ട്, ശ്യാമണ്ണുണ്ട്, അമ്മയുണ്ട്. ഇവരാരും അത്രയ്ക്ക് ബജ്ജി ഫാൻസ് അല്ല. എനിക്ക് വേണ്ടി മാത്രം ഇവർ കഷ്ടപ്പെട്ട് കഴിക്കുകയാണ് കേട്ടോ, പാവം കുട്ടികൾ. മുളക് വെച്ച് കഴിച്ചത് നല്ല എരിവുള്ളയായിരുന്നു. അതുകൊണ്ട് അത് കഴിച്ചതിൻ്റെ പുറമെ തന്നെ ഒരു കുലുക്കി സർബത്ത് കുടിച്ചില്ലെങ്കിൽ ഒരു ത്രില്ലും കാണില്ല. പിന്നെ തൊട്ടടുത്തൊരു കടയിൽ കയറിയിട്ട് നല്ല സോഡ ഒഴിച്ച കുറച്ച് കുലുക്കി സർബത്ത് മേടിച്ച് കുടിച്ചു. പല ഫ്ലേവറിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പാഷൻ ഫ്രൂട്ടും ഗ്രീൻ ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ചും ആണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരുടെയും വാങ്ങി കുടിച്ചു കേട്ടോ. പാഷൻ ഫ്രൂട്ടും ഗ്രീൻ ആപ്പിളും ഓറഞ്ചും എല്ലാ ഫ്ലേവറും ഞാൻ കുടിച്ചു നോക്കി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. അല്ലാതെ എനിക്കിങ്ങനെ ഒരെണ്ണം മാത്രം കുടിക്കണമെന്ന് ആഗ്രഹമില്ല. ഇതെനിക്ക് എല്ലാവരുടെയും വാങ്ങി കുറേച്ച് ഞാൻ കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഉത്സവം കണ്ടു, സർബത്ത് കുടിച്ചു, ബജ്ജി കഴിച്ചു. ഇനി നമ്മൾ നേരെ പോയത് കോളിഫ്ലവർ ഫ്രൈ കഴിക്കാനാണ്. കോളിഫ്ലവർ ഫ്രൈ ഇല്ലാത്തൊരു ഉത്സവം ഉണ്ടോ ഗൈസ്? ഉത്സവപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സ്ഥലമാണ് തോന്നി ഈ ബജ്ജി സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറയുന്നത്. അവിടെ ആണെങ്കിൽ ആകെ 2-3 സ്റ്റാളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ആദ്യത്തൊരെണ്ണം ആരോ മേടിച്ചുകൊണ്ട് പോയി, രണ്ടാമത്തും മേടിച്ചുകൊണ്ട് പോയി, മൂന്നാമത്തും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ എത്ര വട്ടം കാത്തു നിന്നിട്ടാണ് എനിക്കൊരു പ്ലേറ്റ് അത് കിട്ടിയെന്നറിയുമോ ഗൈസ്? ഓരോരുത്തരും ഓരോന്ന് മേടിച്ചുകൊണ്ട് പോകുമ്പോഴും ഞാനാണെങ്കിൽ അടുത്ത് എനിക്കാന്ന് കരുതി കൈയൊക്കെ നീട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നില്ല. അതും വേറെ ആർക്കോ കൊടുത്തു. ചിലപ്പോൾ അവരൊക്കെ ആദ്യമേ വന്നതായിരിക്കും. അല്ലെങ്കിലും ഇതൊക്കെ ക്യൂ ഇല്ലേ ബാല?
അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പ്ലേറ്റിലേക്കോട്ടെ കോളിഫ്ലവർ ബജ്ജി ഇതാട്ട കോരിയിടുകയാണ്. അല്ലെങ്കിലും ഓരോ അരിമണിയിലും അതാരാ കഴിക്കേണ്ടതെന്ന് എഴുതി വെച്ചേക്കുന്നത് ഇത് ഈ ഒരു സംഭവത്തെ ആസ്ഥാനമാക്കിയാണോ പറഞ്ഞത്? അങ്ങനെ ആ അസുലഭ നിമിഷം വന്നു ഗൈസ്. ആ കോളിഫ്ലവർ ബജ്ജി എൻ്റെ കയ്യിലേക്ക് വന്നു, പിന്നെ എൻ്റെ വായിലേക്ക് പോയി, പിന്നെ എൻ്റെ വയറ്റിലേക്കും പോയി. അപ്പോഴത്തേക്ക് ആകാശത്ത് കണ്ട് അടിപൊളി പടക്കമൊക്കെ പൊട്ടിച്ച്. കണ്ടിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറേ കൂട്ടുകാരെയൊക്കെ കണ്ടു. അപ്പൂനെ കണ്ടു, അതുപോലെ തന്നെ വിഷ്ണുവിനെ കണ്ടു, പിന്നെ ഏട്ടൻ്റെ അപ്പൂൻ്റെയും വിഷ്ണുവിൻ്റെയും കൂട്ടുകാരനാണ്, ഇത് എനിക്ക് പേരറിയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് പിന്നെ അമ്മ വന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചപ്പോഴാണ് ദൈവമേ ഉത്സവം കംപ്ലീറ്റ് ആയത്. വേണ്ടാന്ന് പറഞ്ഞ് ഷോയൊക്കെ കാണിച്ചെങ്കിലും അത് മേടിച്ചിങ്ങനെ കഴിച്ചുകൊണ്ട് പോകാൻ ഒരു പ്രത്യേക സുഖമാണ്.